ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റി റെസിപ്പിയുമായിട്ടാണ്. വെറും ബ്രെഡ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡിയാക്കി എടുക്കാം. ഞാനിത് സാധാരണ ദോശക്കല്ലിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിസ്സ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണല്ലേ. പക്ഷേ അത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവും ഡോ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്രെഡ് കൊണ്ട് ഇങ്ങനെ പിസ്സ ഉണ്ടാക്കി എടുത്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടും. വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. പിസ്സ റെഡിയാക്കുന്നതിനായി ഒരു 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു പിസ്സയാണ് തയ്യാറാക്കി എടുക്കുന്നത്. കൂടാതെ ഇത് നാടൻ കോഴിയുടെ മുട്ട ആയതുകൊണ്ട് തന്നെ ചെറുതാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയൊക്കെ ആണെങ്കിൽ 2 എണ്ണം മതിയാവും. നിങ്ങൾ തയ്യാറാക്കുന്ന പിസ്സയുടെ വലുപ്പത്തിനനുസരിച്ച് ആവശ്യമായ എഗ്ഗിൻ്റെയും ബ്രെഡിൻ്റെയും എണ്ണം കൂടും. ഇതിലോട്ട് സ്വല്പം ഉപ്പും 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ചേർക്കുമ്പോൾ നമ്മുടെ ബ്രെഡിന് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായി മിക്സ് ആക്കി എടുത്ത ശേഷം ഈ എഗ് മിക്സ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിസ്സ റെഡിയാക്കുന്നതിനായി ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു കഷ്ണം സവാള ഇവ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പിസ്സ സോസ് റെഡി. ഇതല്ലാതെ പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കെച്ചപ്പും ഒറിഗാനോയും സെപ്പറേറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തത്. ഈ പിസ്സ സോസാണ് നമ്മുടെ പിസ്സയ്ക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് പിസ്സ സോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാനായി തുടങ്ങാം. ഞാനൊരു സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് പിസ്സ റെഡിയാക്കാനായി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബ്രെഡ് കൊണ്ട് പിസ്സ റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിരിക്കണം. ഈ ദോശച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിന് മുകളിലോട്ടായിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഉപയോഗിക്കാം. ഇരുമ്പിൻ്റെ തവ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് മിക്സിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. 2 ബ്രെഡൊക്കെ ഇതിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡ് മാക്സിമം ചേർത്ത് വെച്ച് കറക്റ്റ് വട്ടത്തിലുള്ള ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ബൈൻഡായിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ബ്രെഡെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച ശേഷം നമുക്കൊരു ചട്ടുക ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റൊക്കെ ആയി കാണും. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഈ റെഡിയായി കിട്ടിയ ഭാഗത്താണ് നമ്മൾ പിസ്സ സോസ് എല്ലാം തേച്ച് കൊടുക്കുന്നത്. ഇനി മറുവശം വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കിംഗ് പാർട്ടെല്ലാം കഴിയണേ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് മുകളിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ പിസ്സ സോസാണ് പിസ്സയ്ക്ക് അതിൻ്റെതായ ആ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസും വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ചീസൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചെറിയ പീസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് കുരു കളഞ്ഞ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഓനിയൻ കൂടി സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ജസ്റ്റ് ചീസ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ബ്രെഡിൻ്റെ താഴ്ഭാഗമൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവണം. ഞാൻ ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചീസ് മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിനായി ഞാൻ വേറൊരു തവ ചൂടാക്കി ഇതിന് മുകളിലായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതിനായി ഞാൻ വേറൊരു തവ ചൂടാക്കി ഇതിന് മുകളിലായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. കണ്ടില്ലേ, ചീസൊക്കെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഒരു പിസ്സ റെഡിയാക്കി എടുത്തത്. ഇനി കുട്ടികളൊക്കെ പിസ്സ ചോദിക്കുമ്പോൾ ഡോ ഒക്കെ കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്